Hi, good morning students. Maharajas Arts and Science College, Attingel, +1 Commerce, Business Studiesലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മുൻ ക്ലാസ്സുകൾ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന ഒരു വിശ്വാസത്തോടെയാണ് നമ്മൾ ഈ എപ്പിസോഡ് കണ്ടിന്യൂ ചെയ്യുന്നത്. നമ്മൾ ലാസ്റ്റിൽ പഠിച്ചത് ചാപ്റ്റർ നമ്പർ 2 ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന ചാപ്റ്ററാണ്. അതിൽ നമ്മൾ 5 ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറയുകയുണ്ടായി. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. അതിൽ പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഏകാംഗ വ്യാപാരം, ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലും നടക്കുന്ന വ്യാപാരം. ഒരു വ്യക്തിയായിരിക്കണം മൂലധനം കൊണ്ടുവരേണ്ടത്, ആ വ്യക്തിയാണ് ലാഭനഷ്ടങ്ങൾ പങ്കിടുക. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞു, അതിൻ്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞു, അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് പറഞ്ഞു. സോ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യം ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്. ഇന്ന് പ്രചാരത്തിലില്ലാത്ത ഒരു ബിസിനസ് സമ്പ്രദായമാണ്. പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ബിസിനസ്. പക്ഷേ ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരും. ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ് എന്ന് വെച്ചാൽ റെഫേഴ്സ് ടു ഓർ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ് റെഫേഴ്സ് ടു ദ ബിസിനസ് which is owned by the member of the joint Hindu family. It is owned by, owned എന്ന് വെച്ചാൽ ഉടമസ്ഥത, owned by or runs by the member of the joint Hindu family. കൂട്ടുകുടുംബം, ഹിന്ദു കൂട്ടുകുടുംബ വ്യവസ്ഥിതി എന്നാണ്. അതായത് മുൻപ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു സംവിധാനമാണ് ഹിന്ദു കൂട്ടുകുടുംബം. ഇന്നാണ് അണുകുടുംബങ്ങളായത്. പണ്ട് ഒരുപാട് അംഗങ്ങൾ ചേർന്നുള്ള ഒരു കുടുംബം, അവിടുത്തെ വ്യക്തികൾ ചേർന്ന് അല്ലെങ്കിൽ ആ കുടുംബത്തിലുള്ള വ്യക്തികൾ ചേർന്ന് നടത്തുന്ന ബിസിനസ് എന്നാണ് അർത്ഥം. ഇവിടെ ഇറ്റ് കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് ബൈ ദ ഓപ്പറേഷൻ ഓഫ് ഹിന്ദു ലോ. ഇത് ഹിന്ദു നിയമപ്രകാരമായിരുന്നു ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. എന്ന് വെച്ചാൽ ജോയിൻറ്റ് ഹിന്ദു ഫാമിലിയിലെ മെമ്പർമാർ ചേർന്നുകൊണ്ട് ഹിന്ദു ലോ അല്ലെങ്കിൽ ഹിന്ദു നിയമം അനുസരിച്ച് നടന്നിരുന്ന ഒരു ബിസിനസ് സമ്പ്രദായം ആണ് ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ് എന്ന് പറയുന്നത്. ഇവിടെ ഓൺലി ദ മെയിൽ മെമ്പേഴ്സ് ആർ എൻറ്റൈറ്റിൽഡ് ടു റൺ ദ ബിസിനസ്. പഠിച്ചു വെച്ചോളാം. ഓൺലി ദ മെയിൽ മെമ്പേഴ്സ് ആർ എൻറ്റൈറ്റിൽഡ് ടു റൺ ദ ബിസിനസ് എന്ന് വെച്ചാൽ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ അല്ലെങ്കിൽ നടത്താൻ എൻറ്റൈറ്റിൽഡ് മീൻസ് അർഹതയുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് മെയിൽ മെമ്പേഴ്സ് ഓൺലി, ഫീമെയിൽസിന് പറ്റത്തില്ല, പുരുഷന്മാരായിട്ടുള്ള അംഗങ്ങൾക്ക് മാത്രമേ ആ ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. The male members of the HUF are called dash. പരീക്ഷയ്ക്ക് ചോദിക്കും. HUF നമ്മൾ പറഞ്ഞു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, അതാണ് HUF. അതായത് ജോയിൻറ്റ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് വെച്ചാൽ വിഭജിച്ചിട്ടില്ലാത്ത ഹിന്ദു കുടുംബങ്ങൾ. അതിൽ മെയിൽ മെമ്പേഴ്സിന് അറിയപ്പെടുന്ന പേര് എന്ത് എന്നാണ്. അതായത് കോപാർസണേഴ്സ് അല്ലെങ്കിൽ co-partners എന്ന് പറയും. Only male members are entitled to run the business. The male members in the joint Hindu family business അല്ലെങ്കിൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ്സിലെ മെയിൽ മെമ്പേഴ്സിനെ നമ്മൾ പറയുന്ന പേര് co-partners. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കൂടെ പഠിക്കുകയാണ്. The eldest member in the family is called. ദ എൽഡസ്റ്റ് മെമ്പർ എന്ന് വെച്ചാൽ ഏറ്റവും മുതിർന്ന അംഗം. ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിലെ ദ എൽഡസ്റ്റ് മെമ്പറിനെ നമ്മൾ പറയുന്ന പേര് കർത്ത എന്നാണ്. കർത്ത. അപ്പം മെമ്പർമാരെ പറയുന്ന പേര് കോപാർസണേഴ്സ് അല്ലെങ്കിൽ കോപാർട്ട്നേഴ്സ്. അതിൽ എൽഡസ്റ്റ് മെമ്പറിന് ഏറ്റവും മുതിർന്ന അംഗത്തിന് നമ്മൾ പറയുന്ന പേര് കർത്ത എന്നാണ് പറയുന്നത്. കർത്തയാണ്
കണ്ടക്ട്, മാനേജ്, കൺട്രോൾ ആൻഡ് ഓർഗനൈസ് ദ ബിസിനസ്. HUFനെ കൺട്രോൾ ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത്, ഓർഗനൈസ് ചെയ്യുന്നതും ഓപ്പറേറ്റ് ചെയ്യുന്നതും കർത്തയുടെ നിയന്ത്രണത്തിൽ ആയിരിക്കും. അപ്പോൾ എന്താണ് HUF എന്ന് കൊമേഴ്സ് പഠിക്കുന്ന ഒരു കുട്ടിയോട് ചോദിച്ചാൽ പറയുക, HUF എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിസിനസ്. It is owned by the member of the joint Hindu family business. Only the male members are entitled to run the business. It is operates on Hindu law. Then the male members of the Hindu undivided family is called as co-partners അല്ലെങ്കിൽ co-partners. The eldest member of the family or the eldest member of the family or eldest member of the joint Hindu family is called as Karta. Karta control, organize, operate, organizes the business concern. Okay, ശരി, നമുക്ക് അതിൻ്റെ സവിശേഷതകൾ പറയുകയാണ്. ഫീച്ചേഴ്സ് ഓഫ് ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്. ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിൻ്റെ സവിശേഷതകൾ നമ്മൾ പറയുകയാണ്. അതിൽ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എല്ലാവരും നോട്ട് ചെയ്തിരിക്കണം. ഒന്നാമത്തെ കാര്യം മെമ്പർഷിപ്പ്. രണ്ടാമത്തെ സവിശേഷത അതിൻ്റെ മാനേജ്മെൻറ്റ്. മൂന്നാമത്തെ കാര്യം അതിൻ്റെ ലയബിലിറ്റി. നാലാമത്തെ കാര്യം അതിൻ്റെ കണ്ടിന്യൂറ്റി. അഞ്ചാമത്തെ കാര്യം നോ മാക്സിമം ലിമിറ്റ് ഓൺ മെമ്പർഷിപ്പ്. ഇങ്ങനെ 5 പോയിന്റ് ആദ്യം അങ്ങോട്ട് മനസ്സിലാക്കണം. അപ്പം ആദ്യ പോയിന്റ് അങ്ങോട്ട് മനസ്സിലാക്കൂ. നമ്പർ 1 മെമ്പർഷിപ്പ്, അംഗത്വം എന്നാണ്. അംഗത്വം നമ്മൾ പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓൺലി ദ മെയിൽ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി. മെമ്പർഷിപ്പ് കൺസിസ്റ്റ് ഓഫ് ഓൺലി ദ മെയിൽ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി. മെയിൽ മെമ്പർമാർ എന്ന് വെച്ചാൽ പുരുഷന്മാരായിട്ടുള്ള അംഗങ്ങൾ മാത്രമേ, ഫാമിലി എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്, ആ കുടുംബത്തിലെ പുരുഷന്മാരായിട്ടുള്ള അംഗങ്ങൾക്ക് മാത്രമേ മെമ്പർഷിപ്പ് ഉള്ളൂ. ദ മെമ്പർഷിപ്പ് ഈസ് ഗെറ്റ് ത്രൂ ബർത്ത്. മെമ്പർഷിപ്പ് എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ ഗെറ്റ് ത്രൂ ദ ബർത്ത്. ആ കുടുംബത്തിൽ ജനിച്ചു എന്ന്, ജനിക്കുന്ന ആണുങ്ങളായിട്ടുള്ള എല്ലാ വ്യക്തികളും ആ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിലെ അംഗങ്ങൾ ആയി മാറും. മെമ്പർഷിപ്പ് ബർത്തിലൂടെ ലഭിക്കും. അംഗങ്ങളാകുന്നത് പുരുഷന്മാർക്ക് മാത്രമേ സാധിക്കൂ. അതാണ് ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സവിശേഷത. രണ്ടാമത്തെ കാര്യം നമ്മൾ പഠിക്കുന്നത് ദ മാനേജ്മെൻറ്റ്. ദ മാനേജ്മെൻറ്റ് ഓഫ് HUF പഠിച്ചു വെച്ചാലും HUF പരീക്ഷയിൽ തന്നെ എഴുതണം. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഈസ് വെസ്റ്റഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് കർത്ത. വെസ്റ്റഡ്, VESTED. വെസ്റ്റഡ് എന്ന് വെച്ചാൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്നാണ്. ദ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ നിയന്ത്രണം എന്ന് പറയുന്നത് വെസ്റ്റഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് കർത്ത. കർത്ത കർത്തയാരാ? ഞാൻ പറഞ്ഞല്ലോ, ദ എൽഡസ്റ്റ് മെമ്പർ. ദ എൽഡസ്റ്റ് മെമ്പർ ഓഫ് ദ ഫാമിലി. ഏറ്റവും മുതിർന്ന അംഗത്തിൻ്റെ കൈകളിലായിരിക്കും അതിൻ്റെ മാനേജ്മെൻറ്റ്, നിയന്ത്രണ അധികാരം. അയാളെ പറയുന്ന പേര് കർത്ത എന്നാണ്. നമ്പർ 3, മൂന്നാമതിലേക്ക് പോവുക, ലയബിലിറ്റി. ഇത് ഓരോ മാർക്കിന് 2 കാര്യങ്ങൾ പഠിക്കണം. ദ ലയബിലിറ്റി ഓഫ് ദ കർത്ത ഈസ് അൺലിമിറ്റഡ്. ദ ലയബിലിറ്റി ഓഫ് ദ കർത്ത. ലയബിലിറ്റി എന്ന് വെച്ചാൽ ബാധ്യത. ലയബിലിറ്റി മീൻസ് ബാധ്യത. ഞാൻ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് പഠിച്ചപ്പോൾ പറഞ്ഞു അൺലിമിറ്റഡ് ലയബിലിറ്റി, അക്ലിപ്ത ബാധ്യത. അതിനകത്ത് പറഞ്ഞായിരുന്നു നമ്മുടെ ബിസിനസ് ലോസ് സഫർ ചെയ്യുന്ന പക്ഷം, ബിസിനസ്സിൽ നഷ്ടം സംഭവിച്ചാൽ, ബിസിനസ് ആസ്തികൾ കടം വീട്ടാൻ തികയാതെ വന്നാൽ പേഴ്സണൽ പ്രോപ്പർട്ടീസ് ആർ ടു ബി ലയബിൾ. വ്യക്തിപരമായ വ്യക്തിഗത സ്വത്തുക്കൾ കടം വീട്ടാൻ ബാധ്യതപ്പെട്ടിരിക്കും. ഇതിനെ പറയുന്ന പേരാണ് അക്ലിപ്ത ബാധ്യത, അൺലിമിറ്റഡ് ലയബിലിറ്റി. പരിധിയില്ല എന്ന് വെച്ചാൽ കടം തീർക്കുന്നത് വരേക്കും നമ്മൾ നമ്മുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ കൊടുത്തായിരുന്നാലും വിറ്റായിരുന്നാലും തീർത്തേ പറ്റൂ. അതേപോലെ HUFൽ കർത്ത, അതായത് മാനേജ് ചെയ്യുന്ന ആൾ, മാനേജർ, ഇതിൽ കൺട്രോളർ, കർത്ത, എൽഡസ്റ്റ് മെമ്പറുടെ ബാധ്യത അൺലിമിറ്റഡ് ആണ്. കോ പാർസണേഴ്സ് ലയബിലിറ്റി ഈസ് ലിമിറ്റഡ്. കോ പാർസണേഴ്സിൻ്റെത് ക്ലിപ്തമാണ്, എത്രയാണോ അത്ര തുകയ്ക്ക് മാത്രം. അൺലിമിറ്റഡ് ആണ് കർത്തയുടെ ബാധ്യത, കോ പാർസണേഴ്സിൻ്റെ ബാധ്യത ലിമിറ്റഡ്. കോ പാർസണേഴ്സ് ആരെന്ന് നമുക്കറിയാം, the members, the male members of the HUF is called as co-partners.
The eldest member of the HUF is called as Karta. The liability of Karta is unlimited. Co-personers is limited. അടുത്തത് കണ്ടിന്യൂറ്റി. കണ്ടിന്യൂറ്റി എന്ന് വെച്ചാൽ തുടർച്ച എന്നാണ്. The death of the member of HUF does not affect the continuity of the business. പഠിച്ചു വെച്ചോളണം. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ അങ്ങോട്ട് പിന്നിലേക്ക് ചിന്തിക്കണം. സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ കാര്യം പറഞ്ഞാൽ നോ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ഒരു വാക്ക് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യം നമ്മൾ സവിശേഷതയായിട്ട് പറഞ്ഞിട്ടുണ്ട്. നോ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ബിസിനസ്സിൽ ബിസിനസ്മാനുമായി നിന്നും വ്യത്യസ്തമായ ഒരു നിലനിൽപ്പ് അവിടെ ഇല്ല. കാരണം ഏകാംഗ വ്യാപാരത്തിൽ ഏകാംഗ വ്യാപാരി മരണപ്പെട്ടാൽ അയാൾക്ക് തുടർച്ച ബിസിനസ്സിൽ ഉണ്ടാകണം എന്നില്ല, അവിടെ വെച്ച് അവസാനിക്കും. പക്ഷേ ഇവിടെ HUFൻ്റെ കാര്യത്തിൽ ഇവിടുത്തെ കർത്തയുടെ മരണം അല്ലെങ്കിൽ കൺട്രോളറുടെ മരണം, the death of the member of HUF does not affect the continuity of the business. ബിസിനസ്സിൻ്റെ തുടർച്ചയെ ബാധിക്കത്തില്ല. കാരണം എന്താ? അടുത്ത അംഗം കർത്തയായി വരും. ഏറ്റവും മുതിർന്ന അംഗമല്ലേ കർത്ത? ഏറ്റവും മുതിർന്ന ആളിൻ്റെ മരണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അംഗം മരണപ്പെട്ടു പോയി എന്ന് വെച്ചിട്ട് HUF ബിസിനസ് അവസാനിപ്പിക്കാറില്ല, അത് തുടർന്നുകൊണ്ടേ ഇരിക്കും. ഒരാളുടെ മരണം ബിസിനസ്സിൻ്റെ തുടർച്ചയെ ബാധിക്കത്തില്ല. ഫൈനലി നമ്മൾ പറയുന്നത് നോ മാക്സിമം ലിമിറ്റ് ഓൺ മെമ്പർഷിപ്പ്. ഒരു ഇത്ര പേർ മാത്രമേ അംഗമാകാൻ സാധിക്കൂ എന്ന് പറയത്തില്ല. കാരണം there is any restriction to the number of members. there is no restriction to the number of members. അംഗങ്ങളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ there is no restriction. അവിടെ എന്തില്ല? റെസ്ട്രിക്ഷൻ ഇല്ല. എന്ന് വെച്ചാൽ അവിടെ എത്രമാത്രം ആണുങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ പുരുഷന്മാരായിട്ടുള്ള അംഗങ്ങൾ ആ HUFൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിൽ ഉണ്ടോ അവരൊക്കെയും അതിലെ മെമ്പർഷിപ്പ് ഉള്ളവർ ആയിരിക്കും. ഫിനിഷ്. എന്താണ് HUF? വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് HUF? HUFൻ്റെ ഫീച്ചേഴ്സ് പറയുക. മെമ്പർഷിപ്പ്, നമ്പർ 2 മാനേജ്മെൻറ്റ്, നമ്പർ 3 ലയബിലിറ്റി, നമ്പർ 4 കണ്ടിന്യൂറ്റി, നമ്പർ 5 നോ മാക്സിമം ലിമിറ്റ് ഓൺ മെമ്പർഷിപ്പ്. ഓക്കെ, അപ്പോൾ എന്താണ് HUF എന്നുള്ള ഒരു സംവിധാനം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ സവിശേഷതകളെക്കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും അടുത്ത് നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. അതിൻ്റെ അഡ്വാൻറ്റേജസ് ശ്രദ്ധിച്ച് കേൾക്കുക. അഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ നേട്ടം. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. എവരി മെമ്പർ ഓഫ് HUF ഈസ് അഷ്വേർഡ് ഓഫ് എ മിനിമം ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഒന്നാമത്തെ കാര്യം. അഷ്വേർഡ് എന്ന് വെച്ചാൽ ഉറപ്പ് വരുത്തുന്നു, ഉറപ്പ് നൽകുന്നു എന്നാണ്. അഷ്വേർഡ് എ മിനിമം ഷെയർ ഓഫ് പ്രോഫിറ്റ്. ലാഭത്തിൻ്റെ ഒരു വിഹിതം എല്ലാ അംഗങ്ങൾക്കും ഉറപ്പ് വരുത്തുന്നു. എന്ന് വെച്ചാൽ ആണുങ്ങളാണ് അംഗങ്ങളായിട്ട് വരിക, അതിലുള്ള ഓരോരുത്തർക്കും ഒരു നിശ്ചിത തുക ലാഭവിഹിതമായി കിട്ടും എന്നുറപ്പുണ്ട്. എന്ന് വെച്ചാൽ എവരി മെമ്പർ ഓഫ് HUF ഈസ് അഷ്വേർഡ് ഓഫ് എ മിനിമം ഷെയർ ഓഫ് പ്രോഫിറ്റ്. നമ്പർ 2 the principle division of labor can be effectively applied in it. ശ്രദ്ധിച്ചൊരു കാര്യം അങ്ങോട്ട് മനസ്സിലാക്കുക. ഡിവിഷൻ ഓഫ് ലേബർ. ഡിവിഷൻ എന്ന് വെച്ചാൽ വിഭജനം, ലേബർ എന്ന് വെച്ചാൽ തൊഴിൽ. ഡിവിഷൻ ഓഫ് ലേബർ എന്ന് വെച്ചാൽ തൊഴിൽ വിഭജന തത്വം. നോക്കൂ, ഒരു HUFൽ അല്ലെങ്കിൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിൽ വരുന്ന അംഗങ്ങൾ, മെയിൽ മെമ്പേഴ്സ് എല്ലാം അതിലെ അംഗങ്ങളാണ്. ഓരോരുത്തരുടെയും കാര്യപ്രാപ്തിക്കനുസരിച്ച്, ഓരോരുത്തരുടെയും കഴിവുകൾക്കനുസരിച്ച് ആ ജോലി വിഭജിച്ച് നൽകാൻ കഴിയും. കാരണം ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണ് ബിസിനസ് നടത്തുന്നത്. ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള കഴിവുകളുണ്ട്. അവരുടെ കഴിവുകൾ തെളിയിക്കാൻ പറ്റുന്ന മേഖലയിൽ അവർക്ക് കഴിവുകൾ തെളിയിച്ച് മുന്നോട്ട് പോകാം, ബിസിനസ്സിനെ മെച്ചപ്പെടുത്താം. ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ. ഇറ്റ് ക്യാൻ ബി ഇഫക്റ്റീവ്ലി അപ്ലൈഡ് ഇൻ HUF. അണ്ടർസ്റ്റാൻഡ്? നമ്പർ 3 മനസ്സിലാക്കുക. ഇറ്റ് ഹാസ് ലോങ് കണ്ടിന്യൂറ്റി. ഇറ്റ് ഹാസ് ലോങ് കണ്ടിന്യൂറ്റി എന്ന് പറയുമ്പോൾ ഏകാംഗ വ്യാപാരത്തിൽ ഏകാംഗ വ്യാപാരിയുടെ മരണം ബിസിനസ് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് ഉറപ്പില്ല. പങ്കാളിത്ത വ്യാപാരത്തിൽ പങ്കാളികളുടെ തമ്മിലുള്ള വാക്ക് തർക്കങ്ങളോ ഏതെങ്കിലും ഒരു പങ്കാളി മരണപ്പെടുന്നതോ പങ്കാളിത്ത വ്യാപാരത്തിൻ്റെ തുടർച്ചയെ ബാധിക്കാം.
പക്ഷേ ഇവിടെ ഒരു മെമ്പർ മരണപ്പെട്ടു പോയി, അല്ലെങ്കിൽ ദ ഡെത്ത് ഓഫ് ദ മെമ്പർ ഡസ് നോട്ട് അഫക്റ്റ് ദ കണ്ടിന്യൂറ്റി ഓഫ് HUF. സോ നമ്മൾ അതിൻ്റെ മെച്ചമായി കണക്കാക്കുന്നു. ഇറ്റ്സ് ആസ് ലോങ് കണ്ടിന്യൂറ്റി. അടുത്ത് നമ്മൾ മനസ്സിലാക്കൂ, there is no limit to the number of members. There is no limit to the number of members. അംഗങ്ങളുടെ കാര്യത്തിൽ ലിമിറ്റില്ല, പരിധിയില്ല. എത്രമാത്രം പുരുഷ അംഗങ്ങൾ ഉണ്ടോ ആ കുടുംബത്തിൽ, അവർക്കെല്ലാം അംഗങ്ങളായി ആ ബിസിനസ്സിനെ മെച്ചപ്പെടുത്തി പരിപോഷിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം. ലാസ്റ്റ് വൺ, ഇറ്റ് എൻഷുവേഴ്സ് ക്വിക്ക് ഡിസിഷൻസ്. ഏകാംഗ വ്യാപാരത്തിലും ഒരു സവിശേഷത നമ്മൾ പറഞ്ഞതാണ്, ക്വിക്ക് ഡിസിഷൻ. ക്വിക്ക് ഡിസിഷൻ എന്ന് വെച്ചാൽ സത്വര തീരുമാനങ്ങൾ എടുക്കൽ എന്നാണ്. എത്രയും വേഗം തീരുമാനങ്ങളെടുത്ത് നടപ്പിലാക്കാൻ സാധിക്കും. കാരണം ഒരു കുടുംബത്തിൽ വരുന്ന ആൾക്കാരാണ് ബിസിനസ് മെച്ചപ്പെട്ടു പോകണം എന്ന ഏകൈക ഭാവത്തോടെ മുന്നോട്ട് പോകുന്ന വ്യക്തികളായിരിക്കും. സ്വാഭാവികമായിട്ടും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കോൺഫ്ലിക്റ്റുകൾ, തർക്കങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ് മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കും. സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് HUF. അപ്പോൾ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ അഡ്വാൻറ്റേജസ് പരിശോധിച്ച് കഴിഞ്ഞാൽ, എവരി മെമ്പർ ഓഫ് HUF ഹാസ് അഷ്യൂർഡ് എ മിനിമം ഷെയർ ഓഫ് പ്രോഫിറ്റ്. ലാഭത്തിൻ്റെ ഒരു വിഹിതം കൃത്യമായും കിട്ടുമെന്ന് ഉറപ്പുണ്ട്. 2, ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്ന തത്വം നമുക്ക് വളരെ ഭംഗിയായി ഇവിടെ അപ്ലൈ ചെയ്യാം. അതിന് തുടർച്ച കൂടുതലാണ്, ലോങ് കണ്ടിന്യൂറ്റിയാണ്. അവിടെ നമ്പർ ഓഫ് മെമ്പേഴ്സിന് പരിധിയില്ല. ലാസ്റ്റ് വൺ, ക്വിക്ക് ഡിസിഷൻ. പെട്ടെന്ന് എടുക്കാവുന്ന തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കാനും സാധിക്കും എന്നത് മറ്റൊരു നേട്ടമാണ്. പക്ഷേ നമ്മൾ കൊമേഴ്സ് പഠിക്കുന്ന കുട്ടിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിൽ വരുന്ന, അല്ലെങ്കിൽ മനസ്സിൽ കുറിച്ചിട്ടിരിക്കേണ്ട ഒരു കാര്യം, നമ്മളെല്ലാത്തിനും അതിൻ്റെ സവിശേഷതകൾ ആദ്യം പറയും, നേട്ടങ്ങൾ പറയും, അതിനുള്ള കോട്ടങ്ങളും പറയും. നേട്ടങ്ങളുണ്ടെങ്കിൽ കോട്ടങ്ങളും ഉണ്ടാകും. അഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ നേട്ടം, ഡിസഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ കോട്ടം. അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ മെറിറ്റ്സ്, അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ മെറിറ്റ്സ്, ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഡിമെറിറ്റ്സ്. ക്വസ്റ്റ്യൻ മലയാളത്തിലും ഉണ്ടാവും, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും പേടിക്കേണ്ട. അപ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, HUF അല്ലെങ്കിൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ്സിന് ധാരാളം മേന്മകളുണ്ട്, മെറിറ്റ്സ് ഒരുപാടുണ്ട്. പക്ഷേ അതിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില ഡിമെറിറ്റ്സും ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഡിമെറിറ്റ്സ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്ന്, ഇറ്റ് ഹാസ് ലിമിറ്റഡ് ക്യാപിറ്റൽ. ദെൻ ഈ ലിമിറ്റഡ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ മൂലധനം പരിമിതമാണ്. കാരണം ഒരു കുടുംബത്തിൻ്റെ ആസ്തികളിൽ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ കുടുംബ ആസ്തി ഉപയോഗിച്ചാണ് അവർ ബിസിനസ് ചെയ്യുന്നത്. നമ്മളൊരു പങ്കാളിത്ത വ്യാപാരം വെച്ചോ, അല്ലെങ്കിൽ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ബിസിനസ്സോ പരിശോധിക്കുമ്പോൾ, കമ്പനി ഫോമൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ പങ്കാളിത്ത വ്യാപാരം വരുമ്പോൾ ഒരുപാട് വ്യക്തികളുടെ ആസ്തികൾ അതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇതിൽ ഒരു കുടുംബത്തിലെ എല്ലാവരും ഒരു കുടുംബത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ കുടുംബ ആസ്തിയാണ് ബിസിനസ്സിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയുമായിട്ടോ ഒരു പങ്കാളിത്ത വ്യാപാരവുമായിട്ടോ കണക്കാക്കുമ്പോൾ അതിൻ്റെ മൂലധനം പരിമിതമാണ്, ലിമിറ്റഡ് ക്യാപിറ്റൽ. നമ്പർ 2 നമ്മൾ പറയുന്നു, there is no incentive to the karta for efficient management. Efficient management വാക്ക് പഠിച്ചോളൂ, കാര്യക്ഷമമായ നിയന്ത്രണം, efficient management. ഇൻസെൻറ്റീവ്സ് എന്ന് വെച്ചാൽ ആനുകൂല്യം, പ്രത്യേകമായി നൽകുന്ന ആനുകൂല്യങ്ങളെയാണ് നമ്മൾ ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കൂ, മാനേജ്മെന്റ് ഓഫ് ദ കർത്ത, മാനേജ്മെന്റ് ഓഫ് ദ HUF, മാനേജ്മെന്റ് ഓഫ് HUF ഈസ് വെസ്റ്റഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് കർത്ത എന്നല്ലേ നമ്മൾ പറഞ്ഞത്. കർത്ത എന്ന് പറയുന്ന വ്യക്തിയുടെ കൈകളിലാണ് അതിൻ്റെ മാനേജ്മെന്റ്. ഹി ഈസ് കൺട്രോൾ, മാനേജ്, ഓർഗനൈസ്, ഓപ്പറേറ്റ്സ് ദ ബിസിനസ് കൺസേൺ. അപ്പോൾ മാനേജ് ചെയ്യുന്നു, കാര്യക്ഷമമായി നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നു എന്നല്ലേ അർത്ഥം. അപ്പോൾ എഫിഷ്യൻറ്റ് മാനേജ് ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകമായ ഇൻസെൻറ്റീവ്സ് ഒന്നും കിട്ടത്തില്ല. അദ്ദേഹത്തിൻ്റെ എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റിലൂടെ ഉണ്ടാകുന്ന നേട്ടം എല്ലാവരാലും പങ്കിടുന്നു എന്നാണ്. അദ്ദേഹം പ്രത്യേകമായ ഒരു കാര്യക്ഷമമായ പ്രവർത്തനം കാഴ്ചവെച്ചു എന്ന് വെച്ചിട്ട് പ്രത്യേകമായ ഒരു ഇൻസെൻറ്റീവ്സ് നമ്മൾ നൽകുന്നില്ല ആ ബിസിനസ്സിൽ. ദർ ഈസ് ലാക്ക് ഓഫ് സ്റ്റെബിലിറ്റി ഇൻ ദ ബിസിനസ്. അതിന് മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ആണ് ലാക്ക് ഓഫ് സ്റ്റെബിലിറ്റി ഇൻ ദ ബിസിനസ്. സ്റ്റെബിലിറ്റി കുറവാണ്, സ്ഥിരത, സ്ഥായീഭാവം കുറവാണ്. കുടുംബക്കാരാണ്, തമ്മിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടാവാം, കുടുംബ വഴക്കുകൾ ഉണ്ടാകാം, ഇതെല്ലാം ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യാം. അതുകൊണ്ടാണ് അതിൻ്റെ സ്റ്റെബിലിറ്റിയുടെ കാര്യം പറയുന്നത്. ലാക്ക് ഓഫ് സ്റ്റെബിലിറ്റി എന്ന് വെച്ചാൽ സ്ഥായീഭാവത്തിൻ്റെ അഭാവം എന്നാണ്. അടുത്തത്, there is possibility of misuse of power by the karta. There is possibility of misuse of power by the karta. Misuse of power. Misuse of power എന്ന് വെച്ചാൽ
അധികാരം ദുർവിനിയോഗം ചെയ്യാനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നു. കാരണം ഏറ്റവും മുതിർന്ന അംഗമാണ് ബിസിനസ്സിൻ്റെ നിയന്ത്രണാധികാരം, ബിസിനസ്സിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി. സ്വാഭാവികമായിട്ടും ആ വ്യക്തി ഒരു പക്ഷേ ബിസിനസ്സിൻ്റെ അയാളുടെ മാനേജ്മെൻറ്റ് അധികാരം ഉപയോഗിച്ച് ദുർവിനിയോഗം ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ്. അടുത്ത വന്നിട്ട് ലാസ്റ്റ് വൺ, co-partners take little interest in the activities of the business because of limited liability. നമ്മൾ നേരത്തെ പറഞ്ഞു ലയബിലിറ്റി ഓഫ് ദ കർത്ത ഈസ് അൺലിമിറ്റഡ്. കർത്തയുടെ ബാധ്യതയാണ് അക്ലിപ്തം. co-partners അല്ലെങ്കിൽ co-partnersന്റെ ബാധ്യത ലിമിറ്റഡ് ആണ്, പരിമിതമാണ്. അപ്പം പരിമിതമായ ബാധ്യതയെ നമുക്കുള്ളൂ എന്ന് വച്ചിട്ട് co-partners ആക്ടിവിറ്റീസിൽ താല്പര്യമെടുക്കുന്നത് കുറയും. എന്ന് വെച്ചാൽ നഷ്ടം വലുതായിട്ട് സംഭവിച്ചാലും എനിക്കൊന്നും നഷ്ടപ്പെടാൻ വലുതായിട്ടില്ലല്ലോ എന്ന ചിന്ത ഒരുപക്ഷെ അയാളുടെ താല്പര്യം കുറയ്ക്കാനുള്ള കാര്യം ഉണ്ടാകും. സോ അപ്പം ഡിസഡ്വാൻറ്റേജസ് നമ്പർ 1, ലിമിറ്റഡ് ക്യാപിറ്റൽ. കർത്തയുടെ എഫിഷ്യൻ മാനേജ്മെന്റിന് പ്രത്യേകിച്ച് ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നില്ല. ദെൻ സ്റ്റെബിലിറ്റി വളരെ കുറവാണ്. ദെൻ മിസ്യൂസ് ഓഫ് പവേഴ്സ് ഓഫ് ദ കർത്ത പോസിബിലിറ്റി കൂടുതലാണ്. ദെൻ ലിറ്റിൽ ഇൻട്രസ്റ്റ് co-partners കാണിക്കൂ, കാരണം ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ളത് കൊണ്ട്. സോ ഫിനിഷ്, HUF ഇസ് ഫിനിഷ്. ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ് കഴിഞ്ഞു. അപ്പോൾ എന്താണ് ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ് എന്ന് പറഞ്ഞു, എന്താണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു, എന്താണ് അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു, എന്താണ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു. അടുത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ടോപ്പിക്കിലേക്ക് പോവുകയാണ്. മൂന്നാമത്തെ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ, ദാറ്റ് ഈസ് പാർട്ട്ണർഷിപ്പ്, പങ്കാളിത്ത വ്യാപാരം എന്നാണ്. പങ്കാളിത്ത വ്യാപാരം. എന്താണ് പാർട്ട്ണർഷിപ്പ്? പാർട്ട്ണർഷിപ്പ് എന്ന് വെച്ചാൽ പങ്കാളിത്തം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്. അസോസിയേഷൻ എന്ന് വെച്ചാൽ സംഘാടനം. ഇറ്റ്സ് അല്ലെങ്കിൽ കൂട്ടം, ഒരുമ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് with the main aim to run a business. With the main aim to run a business എന്ന് വെച്ചാൽ ഒരു ബിസിനസ് പ്രവർത്തനത്തെ നടത്തിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഒരേ മനസ്സാൽ വരുന്ന ഒരു കൂട്ടം വ്യക്തികളാണ് ഒരു പങ്കാളിത്ത വ്യാപാരം എന്ന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഒരു പങ്കാളിത്തം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് മീൻസ് എന്താ? ഇറ്റ് ഈസ് ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് with the main aim to run a business and share the profit in agreed ratios. പഠിച്ചു വെച്ചോളണം, agreed ratio. റേഷ്യോ എന്ന് വെച്ചാൽ അനുപാതം. agreed ratio എന്ന് വെച്ചാൽ പങ്കാളിത്ത വ്യാപാരത്തിലേക്ക് നമ്മൾ പറയുമ്പോൾ പങ്കാളികൾ തമ്മിൽ ഒരു എഗ്രിമെൻ്റ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. ഈ എഗ്രിമെൻ്റ് അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രവർത്തിക്കുന്നത്. ആ എഗ്രിമെൻറ്റിൽ നമ്മൾ ലാഭം കിട്ടിയാൽ എത്ര നമുക്ക് കിട്ടും, നഷ്ടം വന്നാൽ നമ്മൾ എങ്ങനെ, വ്യക്തമായി അവിടെ ഉണ്ടാവും ഒരു എഗ്രിമെൻറ്റ്. അതുകൊണ്ട് പങ്കാളിത്ത വ്യാപാരത്തിൽ ഷെയർ ചെയ്യുന്ന ലാഭം, നഷ്ടം ആൻഡ് ആൻ എഗ്രീഡ് റേഷ്യോ പഠിച്ചു വെച്ചോളണം. നോക്കൂ, എന്താണ് പാർട്ട്ണർഷിപ്പിൻ്റെ നിർവചനം പഠിച്ചു വെച്ചോളണം. ഒരു കാര്യം നോട്ട് ചെയ്ത് തന്നെ വെക്കുക. ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 സെക്ഷൻ 4 നോട്ട് ചെയ്ത് വയ്ക്കൂ. ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 സെക്ഷൻ 4 സെക്ഷൻ 4 വകുപ്പ് 4 1932 നിയമമാണ് പാർട്ട്ണർഷിപ്പ്, പങ്കാളിത്ത നിയമം. ആ പങ്കാളിത്ത നിയമത്തിലെ വകുപ്പ് 4 പാർട്ട്ണർഷിപ്പിൻ്റെ നിർവചനം പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവിടെ നമ്മൾ അങ്ങോട്ട് നോട്ട് ചെയ്യുക. പാർട്ട്ണർഷിപ്പ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ്. പാർട്ട്ണർഷിപ്പ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ റിലേഷൻ എന്ന് വെച്ചാൽ ബന്ധം, ബിറ്റ്വീൻ പേഴ്സൺസ്, വ്യക്തികൾ തമ്മിൽ ഉള്ള ബന്ധം, അല്ലെങ്കിൽ റിലേഷൻ ബിറ്റ്വീൻ 2 or more persons എന്ന് പറയണം. പാർട്ട്ണർഷിപ്പ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ 2 or more persons, 2 അതിലധികമോ വ്യക്തികൾ തമ്മിലുള്ള പരസ്പര ബന്ധം. ഹു ഹാവ് എഗ്രീഡ് എന്ന് വെച്ചാൽ അവർ പരസ്പരം സമ്മതിക്കപ്പെട്ടിട്ടുണ്ട്, അവർ പരസ്പരം സമ്മതിച്ചു കൊണ്ടുള്ള, എഗ്രീഡ്
ടു ഷെയർ ദ പ്രോഫിറ്റ്സ് ഓഫ് എ ബിസിനസ്. എങ്ങനെ അവർ എഗ്രി ചെയ്തിരിക്കുന്നത്? എഗ്രീഡ് ടു ഷെയർ. ഷെയർ ചെയ്യാന്ന് വെച്ചാൽ പങ്കുവയ്ക്കാമെന്ന്. എന്ത് പങ്കുവയ്ക്കാമെന്ന്? എഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ്സ് ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ്സിൽ ഉണ്ടാകുന്ന ലാഭം പറയുമ്പോൾ നഷ്ടവും പറയണം. ലാഭനഷ്ടങ്ങൾ പങ്കുവയ്ക്കാമെന്ന എഗ്രിമെൻറ്റിലുള്ള അല്ലെങ്കിൽ എഗ്രിമെൻറ്റോട് കൂടി രണ്ടോ അതിൽ കൂടുതലോ വ്യക്തികളുടെ കൂട്ടം. ഇനി അതിലൊരു കാര്യം കൂടെ, ക്യാരീഡ് ഓൺ ബൈ ഓൾ. ക്യാരീഡ് ഓൺ ബൈ ഓൾ എന്ന് വെച്ചാൽ എല്ലാവരും കൂടി. ക്യാരീഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. എല്ലാവരും കൂടിയോ എല്ലാവർക്കും വേണ്ടി ഒരാളോ. ഇപ്പോൾ നമ്മൾ 10 പേർ ചേർന്ന് ഒരു പങ്കാളിത്ത ബിസിനസ് നടത്തുന്നു എന്നിരിക്കട്ടെ. നമ്മൾ 10 പേരുണ്ട്. അപ്പം ഈ 10 പേര് തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഇല്ലേ? എന്താ എഗ്രിമെൻ്റ്? ലാഭനഷ്ടങ്ങൾ ഇത്ര അനുപാതത്തിൽ പങ്കുവയ്ക്കാം. ശരിയല്ലേ? അങ്ങനെ ലാഭനഷ്ടങ്ങൾ പങ്കുവയ്ക്കാമെന്ന ഒരു എഗ്രിമെൻറ്റിൽ ആ വ്യക്തികളുടെ ഒരു കൂട്ടം, അതാണല്ലോ അവിടെ. ഈ 10 പേർക്കും കൂടെ ചേർന്ന് ബിസിനസ് നടത്താം, അല്ലെങ്കിൽ 10 പേർക്കും കൂടെ വേണ്ടിയിട്ട് 1 or 2 പേര് അല്ലെങ്കിൽ ഒരാളെ ചുമതലപ്പെടുത്താം. അതാണ് ക്യാരീഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം. എനി ഓഫ് ദം എന്ന് വെച്ചാൽ അവരിൽ ഒരാൾ. എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 സെക്ഷൻ 4. അപ്പോൾ പഠിച്ചു വയ്ക്കൂ. ഇത് പരീക്ഷയ്ക്ക് മസ്റ്റായിട്ട് ചോദിക്കും. ഡെഫിനിഷൻ, ഡിഫൈൻ എന്ന് ചോദിക്കും. നിർവചനം, പങ്കാളിത്ത വ്യാപാരത്തിൻ്റെ നിർവചനം. അപ്പം നമ്മൾ ഇങ്ങനെ എഴുതണം: ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 സെക്ഷൻ 4 ഡിഫൈൻസ് പാർട്ട്ണർഷിപ്പ് ആസ്. എങ്ങനെ പറയാം? പാർട്ട്ണർഷിപ്പ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ 2 or more persons who have agreed to share profit of a business carried on by all or any of them acting for all. Indian Partnership Act 1932 Section 4. പറഞ്ഞ മനസ്സിലായ? ഓക്കെ. ഇനി നിങ്ങൾ 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് പഠിക്കാൻ പോവുകയാണ്. ഇതാണത്. ഓണേഴ്സ് ഓഫ് ദ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആർ കളക്റ്റീവ്ലി കോൾഡ്. ഓണേഴ്സ് എന്ന് വെച്ചാൽ ഉടമകൾ, ഉടമസ്ഥർ. ഓണേഴ്സ് ഓഫ് ദ പാർട്ട്ണർഷിപ്പ് ബിസിനസ്, പങ്കാളിത്ത വ്യാപാരത്തിലെ ഉടമസ്ഥരെ കളക്റ്റീവ്ലി മൊത്തത്തിൽ നമ്മൾ പറയുന്നത് ഫേം എന്നാണ് പറയുക. FIRM, ഫേം. അപ്പോൾ പങ്കാളിത്ത വ്യാപാരത്തിലെ അംഗങ്ങൾ അല്ലെങ്കിൽ ഉടമകളെ എല്ലാവരെയും ചേർത്ത് നമ്മൾ എന്തെന്ന് പറയും? ഫേം എന്ന് പറയും. ഇൻഡിവിജ്വലി കോൾഡ് ആസ് പാർട്ട്നേഴ്സ്. ഇൻഡിവിജ്വലി എന്ന് വെച്ചാൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് അവരെ പറയുന്ന പേരെന്താ? പാർട്ട്നേഴ്സ് എന്ന് പറയും. അപ്പോൾ നോക്കാം. കളക്റ്റീവ്ലി കോൾഡ് ആസ് ഫേം, ഇൻഡിവിജ്വലി കോൾഡ് ആസ് പാർട്ട്നേഴ്സ്. നമ്മൾ ഈ എപ്പിസോഡിൽ പഠിച്ച കാര്യങ്ങൾ HUF ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്സിനെ കുറിച്ചും അതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. പിന്നെ പറഞ്ഞത് പാർട്ട്ണർഷിപ്പ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞു. അതിൽ പങ്കാളിത്ത വ്യാപാരത്തിൻ്റെ ഉടമകളെ മൊത്തത്തിൽ പറയുന്ന പേര് ഫേം എന്നും ഒറ്റയ്ക്കൊറ്റയ്ക്ക് പറയുന്നത് പാർട്ട്നേഴ്സ് എന്നുമാണ്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ അതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചും പാർട്ട്ണർഷിപ്പിൻ്റെ ഡീഡിനെ കുറിച്ചും ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സിനെ കുറിച്ചും മറ്റും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.